കള്ളവോട്ട് തടയാൻ വെബ്കാസ്റ്റിംഗ് ശക്തവും വ്യാപകവുമാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. പോളിംഗ് ഉദ്യോഗസ്ഥർ കള്ളവോട്ട് തടയണമെന്നും വരും സർക്കാരിനെയോ നിലവിലെ സർക്കാരിനെയോ ഭയക്കേണ്ടതില്ലെന്നും പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയെ നിയമിക്കുമെന്നും ഇവിടങ്ങളിൽ ബൂത്തിന് പുറത്തായിരിക്കും കേരള പോലീസിനെ വിന്യസിക്കുകയെന്നും ടിക്കാറാം മീണ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ജാതിമത കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംരക്ഷിക്കും. പോളിംഗ് ഉദ്യോഗസ്ഥർ മിണ്ടാപ്രാണികളാകരുതെന്നും ടിക്കാറാം മീണ കൂട്ടിച്ചേർത്തു. ഇന്നലെ വൈകിട്ട് മുതൽ മാതൃകാ പെരുമാറ്റ ചട്ടം നിലവിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ വിവരം രേഖാമൂലം ഗവൺമെൻറ് ഓഫ് കേരളയ്ക്കും ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർക്കും മന്ത്രിമാർക്കും ചീഫ് സെക്രട്ടറിക്കും എല്ലാ സെക്രട്ടറിമാർക്ക് ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ വളരെ വിശദമായിട്ട് എല്ലാ പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യത്തെ കാര്യം മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിലവിൽ വന്നിട്ടുണ്ട്. ഒരു ഡയറക്ഷൻ ഇപ്പോൾ പെട്ടെന്ന് ഇന്ന് കൊടുത്തത് എല്ലാ കളക്ടർമാർക്കും DOമാർക്കും ഫ്ലൈയിങ് സ്ക്വാഡ്സ് പെട്ടെന്ന് രൂപീകരിച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഇല്ലീഗലായിട്ടുള്ള ഹോർഡിങ്സ്, ബാനേഴ്സ്, സ്റ്റിക്കേഴ്സ്, ഫ്ലാക്സ് ബോർഡ്സ് എല്ലാം വിതിൻ എ വീക്ക് നീക്കം ചെയ്ത് ഒരു റിപ്പോർട്ട് അയക്കണം. ഹരിത കേരള ചട്ടം, അതായത് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് നമുക്ക് പൂർത്തീകരിക്കേണ്ടതാണ്. ഗ്രീൻ ട്രിബ്യൂണലിൻ്റെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിൻ്റെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും വ്യക്തമായ നിർദ്ദേശം ഇതിനെ സംബന്ധിച്ച് നിലവിൽ ഉണ്ട്. അത് നടപ്പിലാക്കാൻ വേണ്ടി ഈ ഫ്ലൈയിങ് സ്ക്വാഡ്സ് എല്ലാ ഭാഗത്ത് പോയി എവിടെയൊക്കെ ഈ ഇല്ലീഗൽ അൺഓത്തറൈസ്ഡ് ഫ്ലാക്സ് ബോർഡ്സ്, ബാനേഴ്സ്, പോസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം. DGPയോട് മതിയായ സുരക്ഷ ഈ ഫ്ലൈയിങ് സ്ക്വാഡ്സിന് കൊടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതാണ് ആദ്യത്തെ തീരുമാനം. തീയതികളുടെ കാര്യത്തിൽ നിങ്ങളെല്ലാവരും നേരത്തെ തന്നെ പത്രങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. 12-ാം തീയതി മാർച്ച് നോട്ടിഫിക്കേഷൻ വരും. കേരളത്തെ സംബന്ധിച്ച് ഓൺ 12th മാർച്ച്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് മേക്കിംഗ് നോമിനേഷൻസ് 19-ാം തീയതി ഫ്രൈഡേ. നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള ദിവസമാണ് ഇത്. ലാസ്റ്റ് ഡേറ്റ് 19th ഓഫ് മാർച്ച്. സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടിനി 20-ാം തീയതി നെക്സ്റ്റ് ഡേ സാറ്റർഡേ. പിൻവലിക്കാനുള്ള അന്തിമ തീയതി, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അന്തിമ തീയതി 22 അതായത് മൺഡേ. ഡേറ്റ് ഓഫ് പോൾ ഏപ്രിൽ 6-ാം തീയതി ഏപ്രിലിലായിരിക്കും പോളിംഗ് സ്റ്റേഷൻ. കൗണ്ടിംഗ് മെയ് 2-ാം തീയതി. കംപ്ലീറ്റ് ഇലക്ഷൻ പ്രക്രിയ 4-ാം തീയതി മെയ്. ഇതാണ് ഇലക്ഷനിൻ്റെ ഷെഡ്യൂൾ ചുരുക്കത്തിൽ. പോളിംഗിൻ്റെ സമയം 1 മണിക്കൂർ ഇലക്ഷൻ കമ്മീഷൻ ദീർഘിപ്പിച്ചിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പരമ്പരാഗതമായിട്ട് നമ്മുടെ കേരളത്തിൽ ഫ്രോം 7 to 6 ആണ്. ഈ പ്രാവശ്യം 7 to 7 ആയിരിക്കും. എക്സെപ്റ്റ് LWE ഈ നക്സൽ അഫക്റ്റഡ് ബാധിത ഏരിയ ഒഴികെ അവിടെ മാത്രമേ ഈ എക്സ്റ്റെൻഡഡ് സമയം ബാധകമാവില്ല. ബാക്കി സ്ഥലത്ത് 7 to 7. വോട്ടർമാരുടെ എണ്ണം നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും വീണ്ടും ഞാൻ ആവർത്തിക്കാം.
2,67,31,509 ഇതാണ് ടോട്ടൽ ഇലക്ടേഴ്സ് നമ്മുടെ സംസ്ഥാനത്തിൽ ഏജ് പെർ ദി ഫൈനൽ പബ്ലിക്കേഷൻ ഓഫ് ഇലക്ടോറൽ റോൾ ഓൺ 20-ാം തീയതി ജനുവരി. ഇതിനുശേഷം കിട്ടിയ അപേക്ഷകൾ ഏകദേശം 4-5 ലക്ഷം അപേക്ഷകൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പരിശോധന കൂടി നടന്നു വരികയാണ്. അപ്പോൾ അത് കൂടി ഉൾപ്പെടുത്തി ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ് വരും. As per the rule, every eligible voter has a right to file the enrollment application till the last 10 days before the withdrawal of nomination. Withdrawal nomination ചെയ്യുന്നതിൻ്റെ 10 ദിവസം മുൻപേ വരെ അപേക്ഷ നൽകാം. ഫീമെയിലിൻ്റെ ഈ ഡിവിഷൻ കൂടി ഞാൻ പറയാം. 1,29,52,025 male voters, 1,37,263 female voters. One is the word. Third gender, മൂന്നാം ലിംഗക്കാരായിട്ടുള്ള സഹോദരന്മാരുടെ എണ്ണം 221. ഓവർസീസ് ഇലക്ടേഴ്സ്, പ്രവാസി കേരളീയരുടെ വോട്ടർമാരുടെ എണ്ണം 90,709. 80+ 80 വയസ്സ് തികഞ്ഞ വോട്ടർമാരുടെ എണ്ണം 6,21,401. 6,21,401. PWDs, അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള വോട്ടർമാരുടെ എണ്ണം ഈ ഫൈനൽ വോട്ടർ ലിസ്റ്റിലെ ഫ്ലാഗ് ചെയ്ത ആൾക്കാരാണ്. ഇത് 1,33,000. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം വന്നു, ഇത് മാത്രം പോരാ, സോഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതനുസരിച്ച് കൂടുതലാണ് നമ്മുടെ സംസ്ഥാനത്തിൽ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർ. അത് മാർക്ക് ചെയ്യാൻ, കൂടുതൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ എല്ലാ ജില്ലകളിലെ സ്പെഷ്യൽ ക്യാമ്പ്സ് നടന്നു വരികയാണ്. ഒരു സംയുക്തമായിട്ട് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്ത് ലിസ്റ്റ് തയ്യാറാക്കി വരികയാണ്. അതനുസരിച്ച് ഇതുവരെ ഏകദേശം 2 ലക്ഷം ആയിട്ടുണ്ട് ഈ സംഖ്യ, മോർ ദാൻ 2 lakhs. This number may increase because this is going on still to identify the PWDs. As far as the polling stations are concerned, you know that this time election commission ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. 1000 പേർക്ക് മാത്രമേ ഒരു പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ 1000 കവിഞ്ഞ മോർ ദാൻ 1000 വോട്ടേഴ്സ് ഉള്ള പോളിംഗ് സ്റ്റേഷൻസ് ഏകദേശം 15,730 ആണ്. നിലവിൽ ഉള്ള പോളിംഗ് സ്റ്റേഷൻ്റെ എണ്ണം 25,041 ആയിരുന്നു. പക്ഷേ ഈ 1000 വോട്ടേഴ്സിൻ്റെ മാനദണ്ഡം വെച്ച് കഴിഞ്ഞാൽ 15,730 ഓക്സിലറി അഡീഷണൽ പോളിംഗ് സ്റ്റേഷൻസ് കൂടുതൽ വേണ്ടി വരും. അതായത് മൊത്തം ഇപ്പോൾ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻസിൻ്റെ എണ്ണം 40,771 ആയിട്ടുണ്ട്. 40,771. ഈ പോളിംഗ് സ്റ്റേഷൻസിലെ 3 കാറ്റഗറിയിലുള്ള ഈ പോളിംഗ് സ്റ്റേഷൻസ് കൂടി ഞങ്ങൾ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ക്രിട്ടിക്കൽ ലൊക്കേഷൻസ് 549 ലൊക്കേഷൻസ്. അതായത് ലൊക്കേഷനിൽ ചിലപ്പോൾ 2-3 പോളിംഗ് ബൂത്തും കാണും. ഇത് ലൊക്കേഷനാണ് ഞാൻ പറഞ്ഞത്. യു ഹാവ് ടു differentiate between the polling booth and the location. Location may be having 3-4 polling booths. So these are locations which I am saying. 549 locations are critical locations.
vulnerable locations are 433 and Naxal affected 298. അപ്പോൾ ടോട്ടൽ ഈ കാറ്റഗറിയിൽ വരുന്ന 1280 ഈ പോളിംഗ് ബൂത്ത്സ് ആണ് പ്രശ്നബാധിത ബൂത്തുകൾ ഇപ്പോൾ ഒരു ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ തയ്യാറാക്കിയത്. ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ നിർദ്ദേശം ഈ പ്രാവശ്യം ഉള്ളത് എല്ലാ വോട്ടേഴ്സിന് വോട്ടർ ഇൻഫോർമേഷൻ സ്ലിപ്പ് കൊടുക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. നേരത്തെ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് ആയിരുന്നു, ഇപ്പോൾ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് ആയിരിക്കുന്നില്ല, ഫോട്ടോ പാടില്ല. ഈ വോട്ടർ ഇൻഫോർമേഷൻ സ്ലിപ്പിൽ പോളിംഗ് സ്റ്റേഷൻ്റെ പേര്, ഏത് തീയതിയാണ് തിരഞ്ഞെടുപ്പ്, അതിൻ്റെ കൂടാതെ സമയം എന്ന് ഒക്കെ അതിൽ ഉണ്ടായിരിക്കും. ഇത് അതാത് BLO അവർക്ക് ഈ വോട്ടർ സ്ലിപ്പ് ഇൻഫോർമേഷൻ സ്ലിപ്പ് നൽകേണ്ടതാണ്. വോട്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അപ്പാർട്ട് ഫ്രം ദി എപ്പിക് കാർഡ് പ്രധാന ഡോക്യുമെൻ്റ് ആണ്, പക്ഷെ അതിന് പകരം there are 11 documents which are valid for identification of a voter. 11 ഡോക്യുമെന്റ്സ് ആണ്. അതിൽ ആദ്യത്തെ ആണ് ആധാർ കാർഡ്, രണ്ടാമത്തെ മൻരേഗ കാർഡ്, മൂന്നാമത്തെ പാസ്ബുക്ക് വിത്ത് ഫോട്ടോഗ്രാഫ്സ് issued by the bank or post office, health insurance smart card, driving license, PAN card, Indian passport, pension document, service identity card with photograph issued to the employees by the central or state government or PSUs, and official identity card issued to the MPs and MLAs. ഇതൊക്കെ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് ഈ വോട്ടിംഗ് സമയത്ത്. നമ്മുടെ ഈ persons with disabilities, particularly blind ആയിട്ടുള്ള വോട്ടേഴ്സിന് വേണ്ടി ബ്രെയിൽ സ്ലിപ്പ് കൂടി ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഒരു ഡമ്മി ബാലറ്റ് ബ്രെയിൽ അടിച്ച് അവിടെ ഉണ്ടായിരിക്കും. ഈ ബ്രെയിൽ ഡമ്മി ബാലറ്റ് ഷീറ്റ് പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ മേശപ്പുറത്ത് ആയിരിക്കും. So whenever a blind person comes for voting, he has to do a trial to know where the particular candidate is there on the postal ballot before he goes to the compartment. അത് സഹായിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 45,000 ബ്രെയിൽ ഡമ്മി ഷീറ്റ്സ് പ്രിന്റ് ചെയ്യാൻ ഡിസബിലിറ്റി കമ്മീഷണർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. 5% we are keeping in reserve. എല്ലാ വോട്ടേഴ്സിനും ഒരു വോട്ടർ ഗൈഡ് ഈ പ്രാവശ്യം തരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. അത് ഇംഗ്ലീഷ് ഓർ മലയാളത്തിലായിരിക്കും. ഇതിൽ വോട്ടർ ഗൈഡ് ബ്രോഷർ കൂടിയായിരിക്കും. അപ്പോൾ ഇതിലെ എല്ലാ ഡൂസ് ആൻഡ് ഡോൺട്സ് ഫോർ ദ വോട്ടേഴ്സ്, കാരണം കോവിഡിൻ്റെ സാഹചര്യം ആയതുകൊണ്ട് ഇതിലെ എല്ലാം പാലിക്കേണ്ടതാണ്. നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളൊരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ വന്ന സമയത്ത് തന്നെ ഇത് ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസ് ഞങ്ങൾ ഇത് വെച്ചിട്ടുണ്ട്. ഓൾ ദ മേജർ സ്റ്റെപ്സ് ആൻഡ് പാലിക്കുന്ന പ്രീകോഷൻസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. യു ക്യാൻ ഓൾസോ ടേക്ക് ഇഫ് യു വാണ്ട്. നോമിനേഷൻ പ്രോസസ്, ഓൺലൈൻ നോമിനേഷൻ കൊടുക്കാനുള്ള സൗകര്യം ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓൺലൈൻ നാമനിർദ്ദേശക പത്രിക ഓൺലൈൻ കൂടി തരാൻ പറ്റും. പക്ഷേ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഹാർഡ് കോപ്പി ഹാസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദി റിട്ടേണിംഗ് ഓഫീസർ. Then affidavit also can be filed online by the candidates and take a print out, and after it is authorized by the notarization notary, it has to be produced before the returning officer. Then security deposit also, it can be done online also. We have tied up with the state government's finance department or payment gateway ഉള്ള ഒരു പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദേ ഹാവ് എ ഫ്രീഡം ആൻഡ് ദേ ഹാവ് എ ഫ്രീഡം ടു ഡു ആസ് ദേ വർ ഡൂയിങ് അർലിയർ. ട്രേജറിയിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ നാമനിർദ്ദേശ പത്രിക നൽകാൻ പോകുമ്പോൾ 2 പേര് മാത്രമേ ഒരു കാൻഡിഡേറ്റിൻ്റെ കൂടെ
പാടുള്ളൂ. അതായത് കാൻഡിഡേറ്റ് പ്ലസ് 2 persons, ഓൺലി 3 persons വിൽ ബി അലൗഡ്. നേരത്തെ ഇത് 5 ആയിരുന്നു, ഇപ്പോൾ അത് 3 ആക്കി ചുരുക്കിയിട്ടുണ്ട്. വെഹിക്കിൾസും 2 മാത്രമേ പാടുള്ളൂ, നേരത്തെ 3 ആയിരുന്നു, ഇത് കൂടി ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. പിന്നെ ഈ കാൻഡിഡേറ്റിൻ്റെ കൂടെ 2 പേര്, അതിനുശേഷം ഈ വാഹനം വെഹിക്കിൾസ് ആണ്, 2 വെഹിക്കിൾസ് മാത്രമേ പാടുള്ളൂ ഈ നാമനിർദ്ദേശ പത്രിക നൽകാൻ പോകുമ്പോൾ. പിന്നെ ഈ കോവിഡിൻ്റെ സാഹചര്യം ആയതുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസേഴ്സ് ഈ കാൻഡിഡേറ്റ്സിന് മുൻകൂട്ടി സമയം നിശ്ചയിക്കണം, എല്ലാം ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പോൾ സ്റ്റേഗേർഡ് ഒരു ടൈം ഗ്യാപ്പ് കൊടുത്തിട്ട് അവർ അവിടെ വരണം. പിന്നെ അവർക്ക് അവിടെ കാത്തിരിക്കാനും ഇരിക്കാനും മതിയായ സ്പേസ് റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ഓഫീസിൽ വേണ്ടതാണ്. ഏഷ്യോർഡ് മിനിമം ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പോളിംഗ് ബൂത്ത്സിലെ വോട്ടർ ഫെസിലിറ്റീസ്, റാമ്പ്, ലൈറ്റ്, ഫർണിച്ചർ, വെയിറ്റിംഗ് ഷെഡ് കൂടി അവിടെ ഉണ്ടായിരിക്കണം. അത് മാൻഡേറ്ററി ആണ്. എല്ലാ പോളിംഗ് സ്റ്റേഷൻസ് നിർബന്ധമായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കണം. നോ പോളിംഗ് സ്റ്റേഷൻസ് ഷുഡ് ബി ഓൺ ദ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഫ്ലോർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളക്ടർമാർക്ക് നേരത്തെ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഷുഡ് ബി ബ്രോട്ട് അറ്റ് ദി ഗ്രൗണ്ട് ഫ്ലോർ. ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഡയറക്ഷൻസ് ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ. പോളിംഗ് സ്റ്റേഷൻസ് എല്ലാം സാനിറ്റൈസ് ചെയ്യേണ്ടതാണ്. പോളിംഗ് നടക്കുന്ന തലേ ദിവസം എല്ലാ പോളിംഗ് സ്റ്റേഷൻസ് ഹാവ് ടു ബി സാനിറ്റൈസ്ഡ്. പിന്നെ പോളിംഗ് നടക്കുന്ന ദിവസം തെർമൽ ചെക്കിംഗ് ആയിരിക്കും അറ്റ് ദ എൻട്രി പോയിന്റ് ബൈ ദി പോളിംഗ് സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ് ഓർ ആശാ വർക്കേഴ്സ്. ഇതിനു വേണ്ടി ഡിപ്ലോയ് ചെയ്യും ഈ തെർമൽ ചെക്കിങ്ങിന് വേണ്ടി. അപ്പോൾ തെർമൽ ചെക്കിംഗ് ചെയ്യുമ്പോൾ ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അഫയേഴ്സ് നിശ്ചയിച്ച ടെമ്പറേച്ചർ മാനദണ്ഡം അനുസരിച്ച് കൂടുതലാണെങ്കിൽ ദ പേഴ്സൺ ഹാസ് ടു വെയിറ്റ് ദെയർ ആൻഡ് ഹി ഹാസ് ടു ബി checked again after 1 hour. വീണ്ടും ആ ടെമ്പറേച്ചർ അതേ തന്നെയാണെങ്കിൽ കൂടുതലാണെങ്കിൽ he will not be allowed to vote. He will go back and vote in the last hour. മറ്റുള്ള കോവിഡ് അഫക്റ്റഡ് ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ ഈ വോട്ടറിനെ വോട്ട് ചെയ്യാൻ പാടുള്ളൂ. He will be given a token for that while checking. എല്ലാ പോളിംഗ് സ്റ്റേഷൻസിലെ ഹെൽപ്പ് ഡെസ്ക് അവിടെ ഉണ്ടായിരിക്കണം. സമ്മതിദായകരെ സഹായിക്കാനും ഗൈഡ് ചെയ്യാനും ഒരു ഹെൽപ്പ് ഡെസ്ക് അവിടെ ഉണ്ടായിരിക്കണം. മാർക്കർ കൊണ്ട് ഒരു മാർക്ക് വെച്ചുകൊണ്ട് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാനുള്ള 6 feet ഡിസ്റ്റൻസ് ഉള്ള മാർക്കിംഗ്, റൗണ്ട് ആയിട്ടുള്ള മാർക്കിംഗ് വേണ്ടതാണ് അവിടെ എല്ലാ സ്ഥലത്തും. ദർ വിൽ ബി 3 queues, 3 queues ആയിരിക്കും. 1 for male, 1 female, another for PWD and senior citizens. 3 ക്യൂവിലെ ആൾക്കാരെ നിൽക്കണം വിത്ത് പ്രോപ്പർ സോഷ്യൽ ഡിസ്റ്റൻസിങ്. അവിടെ ഈ ക്യൂ മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ BLOയും വോളണ്ടിയേഴ്സും അവിടെ ഞങ്ങൾ നിയോഗിക്കും. വോളണ്ടിയേഴ്സും ഈ പ്രാവശ്യം മറ്റേ ഈ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ബൂത്ത് ആപ്പ് കൂടി ഒരു പുതിയ ഒരു ടെക്നോളജിക്കൽ ഇന്റർവെൻഷൻ വന്നിട്ടുണ്ട്. ബൂത്ത് ആപ്പ് എല്ലാ സമ്മതിദായകർ അവരുടെ ഫേസ് മാസ്ക് ധരിച്ചിട്ട് വരണം. അത് നിർബന്ധമാണ്. എന്തെങ്കിലും കാരണവശാൽ മറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവിടെ കുറച്ച് റിസർവായിട്ട് ഫേസ് മാസ്ക് വയ്ക്കും പോളിംഗ് ബൂത്ത്സിൽ എല്ലാ സ്ഥലത്തും. പിന്നെ എല്ലാ പോളിംഗ് ബൂത്തിലെ ഈ കോവിഡിൻ്റെ മാനദണ്ഡം പറഞ്ഞുകൊണ്ട് വലിയ പോസ്റ്റേഴ്സ് എല്ലാം അവിടെ വയ്ക്കും. എല്ലാ പോളിംഗ് ബൂത്ത്സിൽ ഒട്ടിക്കും. അവിടെ മാസ്ക് ധരിച്ചിട്ട് അകത്ത് പോകുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ദ മാസ്ക് ഹാവ് ടു ബി ലോവേർഡ് ലൈക്ക് ദിസ്. നിർബന്ധമായിട്ട് എനിബഡി ഹു ഈസ് നോട്ട് വില്ലിംഗ് ടു ലോവർ ദ മാസ്ക് ഹി വിൽ നോട്ട് ബി അലൗഡ് ടു വോട്ട്. നിർബന്ധമായിട്ട് ദേ ഹാവ് ടു താഴേക്ക് ആക്കണം മാസ്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് പേഷ്യൻറ്റും കോവിഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവസാന മണിക്കൂറിൽ മാത്രമേ
വോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ വോട്ട് ഇങ്ങനെ വോട്ട് ചെയ്ത ആൾക്കാരുടെ കണക്ക് പ്രിസൈഡിംഗ് ഓഫീസർ പ്രത്യേകം അവിടെ സൂക്ഷിക്കേണ്ടതാണ്. And they have to report it hourly basis to the RO and the Election Commission. ഈ കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, കാരണം ഇത് വലിയ ഒരു കാര്യമാണ്. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഗ്ലൗസ്, മാസ്ക്, PPE കിറ്റ് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഒരു വിശദമായിട്ടുള്ള ഒരു വേസ്റ്റ് ഡിസ്പോസൽ പ്രോട്ടോകോൾ ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പഞ്ചായത്ത് സമയത്ത് അവർ ഇമേജ് എന്നുള്ള ഒരു ഏജൻസി ആയിരുന്നു, അവരുമായി ചേർത്ത് ഇത് കൈകാര്യം ചെയ്തതാണ്. ആ സംവിധാനം തന്നെ ആയിരിക്കും. പക്ഷേ പോളിംഗ് സ്റ്റേഷനിൽ കളക്ട് ചെയ്തിട്ട് അതായത് PHCയിലേക്ക് ഇത് കൊണ്ടുപോകേണ്ടി വരും. അതിനുവേണ്ടി ശുചിത്വ മിഷനും പിന്നെ ഈ ശുചിത്വ മിഷനുമായി ഞങ്ങൾ അത് ചർച്ച ചെയ്ത് വരികയാണ്. കാരണം ഇത് ഒരു സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ ആയതുകൊണ്ട് ഈ കളക്ട് ചെയ്യുന്ന ആൾക്കാർക്കും പരമാവധി പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. ദേ ഹാവ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫുള്ളി. അതിനുവേണ്ടി ഇപ്പോൾ ചർച്ച നടന്നു വരികയാണ്. They will collect from the booths and dump at the PHC, and from PHC that image agency which is engaged will take it. We have asked the district collectors to provide the wheelchairs in all the polling booths. റാമ്പ് ഇല്ലാത്ത സ്ഥലത്ത് നല്ല റാമ്പ് ഉണ്ടാക്കി അവിടെ കൊടുക്കേണ്ടതാണ്. ഈ PWD ആയിട്ടുള്ള ആൾക്കാരെ ഒരു വാലിഡ് സർട്ടിഫിക്കറ്റ് വേണ്ടതാണ്. ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു GO ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ GOയിൽ പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കാറ്റഗറിയിൽ വരാൻ പാടുള്ളൂ. അതുപോലെ കോവിഡിൻ്റെയും ആരെങ്കിലും ഒരു പ്രൈവറ്റ് ഡോക്ടറിൻ്റെയോ വേണ്ട. അതൊരു ഓഥറൈസ്ഡ് ഒരു അതോറിറ്റിയാണ്, ഓഫീസറാണ്. ആ ഓഫീസറിൻ്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ മാത്രമേ ഇറ്റ് ഈസ് വാലിഡ്. അതർ സർട്ടിഫിക്കറ്റ്സ് വിൽ നോട്ട് ബി allowed. Proper transport facility also will be provided to the PWD voters. അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ അവർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിലെ ഫ്രീ പാസ് കൊടുക്കാനുള്ള നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കളക്ഷൻ സെൻറ്റർ, ഈ പോളിംഗ് മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉള്ള ഈ ബിൽഡിങ്സ് സ്ഥലങ്ങൾ വളരെ ഒരു നല്ല വലിയ ഒരു സ്പേസ് ഉള്ള സ്ഥലങ്ങളാണ് വേണ്ടത് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം. ഈ പോളിംഗ് പാർട്ടീസ് അവിടെ ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോൾ ഒരുമിച്ച് വരാൻ പാടില്ല. ഇതിൻ്റെ ടൈമിംഗ് ഹാവ് ടു ബി അറേഞ്ച്ഡ് പ്രോപ്പർലി ബൈ ദ ROs ആൻഡ് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് സോ ദാറ്റ് ഏറ്റവും ദൂരം പോകുന്ന പാർട്ടി ആദ്യമായിട്ട് അവർക്ക് ഈ പോളിംഗ് മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. കൗണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ കൂടി ഒരു മാറ്റം വന്നിട്ടുണ്ട്. കൗണ്ടിങ് സമയത്ത് നേരത്തെ 14 ടേബിൾസ് ആയിരുന്നു ഒരു ഹോളിൽ. ഇപ്പോൾ 7 ടേബിൾസ് മാത്രമേ പാടുള്ളൂ. ഓൺലി 7 കൗണ്ടിങ് ടേബിൾസ് വിൽ ബി അലൗഡ് ഇൻ എ കൗണ്ടിങ് ഹോൾ. In one constituency, the ROs can arrange 3 to 4 holes. ഈ ബിൽഡിങ്സ് അവിടെ തന്നെ ഉള്ളിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. ഈ പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യാൻ വേണ്ടി അഡീഷണൽ ARO കൂടി അപ്പോയിൻറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. ക്യാമ്പയിൻ ബൈ ദ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇലക്ഷൻ കമ്മീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട് 5 പേർക്ക് മാത്രമേ ഈ ക്യാമ്പയിനിൽ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടക്കുമ്പോൾ ഓൺലി 5 people can go to a house. This excludes the security personnel. If somebody is having security, they are not included in that. In addition to that, ഈ കൺവോയ് അവിടെ പോകുമ്പോൾ ഈ ജാഥാവൊക്കെ പോകുമ്പോൾ 5 വണ്ടികൾ മാത്രമേ പാടുള്ളൂ. If next jatha is coming, there has to be half an hour gap. 6 മണിക്കൂറുള്ള ഗ്യാപ്പ് കഴിഞ്ഞിട്ട് മാത്രമേ രണ്ടാമത്തെ ജാഥ വരാൻ പാടുള്ളൂ. പബ്ലിക് ഗാദറിങ്സ് നല്ല ഒരു ഗ്രൗണ്ട്സ്
സ്പേഷ്യസ് ഗ്രൗണ്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കളക്ടർമാർക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. മുൻകൂട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇത് ലോക്കൽ പ്രസ്സിൽ പബ്ലിഷ് ചെയ്യണം. ഏതൊക്കെ സ്ഥലങ്ങളാണ് ഈ മീറ്റിങ്ങിന് വേണ്ടി പൊളിറ്റിക്കൽ പാർട്ടീസിന് വേണ്ടി കൊടുക്കാൻ പോകുന്നത്. ദിസ് ഹാസ് ടു ബി പബ്ലിഷ്ഡ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ് അറ്റ് ദി ലോക്കൽ ലെവൽ. അവിടെയും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കേണ്ടതാണ്. പിന്നെ പോലീസിന് ഒരു നിർദ്ദേശമുണ്ട്, അവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് നോംസ് പാലിക്കുന്നുണ്ടോ അതായത് പോലീസ് സൂപ്രിൻറ്റൻഡൻറ്റ്മാർ അത് നടപ്പിലാക്കേണ്ടതാണ്. ദേ ഹാവ് ടു സൂപ്പർവൈസ് ദ അറേഞ്ച്മെന്റ്സ് ഇൻ ദ ഹോൾസ്. അവിടെ ഫേസ് മാസ്ക് ഉണ്ടായിരിക്കണം. എല്ലാ പാർട്ടിസിപ്പൻസ് ഷുഡ് ഹാവ് ദ ഫേസ് മാസ്ക്, സാനിറ്റൈസേഴ്സ് ആൻഡ് തെർമൽ സ്കാനിങ്. അവിടെ ക്രൗഡ് വരുമ്പോൾ അവർക്ക് കോവിഡ് മാനദണ്ഡം പാലിക്കേണ്ടതാണ്. മോഡ് 1. നോൺ കംപ്ലയൻസ്, ഇത് എന്തെങ്കിലും ഒരു ലംഘനമായാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് നടപടി വരും. കൂടാതെ സെക്ഷൻ 188 IPC ഇതനുസരിച്ച് നടപടി എടുക്കും. ദോസ് ഹു ആർ വോയിലേറ്റിംഗ് ദീസ് കോവിഡ് ഗൈഡ് ലൈൻസ്. ഇപ്പോൾ നമ്മൾ പോസ്റ്റൽ ബാലറ്റ് ഫെസിലിറ്റിയിലെ ആണ് പറയാൻ പോകുന്നത്. പോസ്റ്റൽ ബാലറ്റ് ഫെസിലിറ്റി ആബ്സെൻറ്റി വോട്ടേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറി ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആബ്സെൻറ്റി വോട്ടേഴ്സ്, ഈ ആബ്സെൻറ്റി വോട്ടേഴ്സിൽ 3 തരത്തിലുള്ള വോട്ടേഴ്സാണ്. ആദ്യത്തെ PWDs, അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർ, രണ്ടാമത്തെ 80 വയസ്സ്, മൂന്നാമത്തെ കോവിഡ് പേഷ്യൻ്റ്. ഇപ്പോൾ അടുത്ത ഒരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. നോട്ടിഫൈഡ് എസെൻഷ്യൽ സർവീസസ്, പോസ്റ്റൽ ബാലറ്റ് ഫെസിലിറ്റി ടു എസെൻഷ്യൽ സർവീസസ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, ഫയർഫോഴ്സ്, ജയിൽ, എക്സൈസ്, മിൽമ, ഇലക്ട്രിസിറ്റി, വാട്ടർ അതോറിറ്റി, KSRTC, Treasury Services, Forest, Central Government Institutions including All India Radio, Doordarshan, BSNL, Railway, Post, Telegraph, Ambulance and media persons authorized by the ECI for poll coverage. They are also in essential services who will be covering this polling process. അപ്പോൾ പോസ്റ്റൽ ബാലറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പരിപാടി ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. ദിസ് ഹാസ് ടു ബി കംപ്ലീറ്റഡ് till the next 5 days of notification. നോട്ടിഫിക്കേഷൻ നമുക്ക് 12-ാം തീയതിയാണ് മാർച്ച് വരുന്നത്. അപ്പോൾ 17-ാം തീയതി വരെ ഈ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 12D ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു അപേക്ഷയാണ്, യുവർ ചോയ്സ്. യു ഹാവ് ടു ഇൻഡിക്കേറ്റ് യുവർ ചോയ്സ് വെദർ നിങ്ങൾക്ക് പോസ്റ്റൽ ബാലറ്റ് വഴി പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഇല്ല. ആ ഫോം 12D പൂരിപ്പിച്ച് അതാത് BLOമാർക്ക് നൽകിയിരിക്കണം. ഇതൊരു ഓപ്ഷനാണ്, നിർബന്ധമല്ല. ദിസ് 12D ഈസ് എ ഓപ്ഷൻ ഫോർ ദീസ് കാറ്റഗറി ഓഫ് പീപ്പിൾ. നോർമലി മെനി പീപ്പിൾ ഗോ പേഴ്സണലി, ഫിസിക്കലി, ബട്ട് ദിസ് ഈസ് എ ഓപ്ഷൻ ഗിവൻ ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ. നിർബന്ധമല്ല. ഒരു പ്രാവശ്യം ഈ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ യു വിൽ നോട്ട് ബി അലൗഡ് ടു വോട്ട് പേഴ്സണലി. അപ്പോൾ സൂക്ഷിച്ചത് നോക്കണം. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഫോം പൂരിപ്പിച്ച് ഞാൻ പോസ്റ്റൽ ബാലറ്റ് വഴി കൊടുക്കാൻ ആണ് ആഗ്രഹം എന്ന് തന്നാൽ നിങ്ങൾ അവിടെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വോട്ട് കൊടുക്കാൻ പിന്നെ സാധിക്കുകയില്ല. പോസ്റ്റൽ ബാലറ്റ് എന്ന് പറയുമ്പോൾ ബൈ പോസ്റ്റ് അയക്കാൻ പാടില്ല. അതാണ് ഇതിലെ ഒരു ഏറ്റവും പ്രധാനമായിട്ട് ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. പഞ്ചായത്തിൽ ചിലപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ ദ ലാസ്റ്റ് 2-3 days they allowed by post also, some speed post or some. This is not allowed here. 12D കൊടുത്തു കഴിഞ്ഞാൽ RO will draw the list. Eligible ഈ 4 കാറ്റഗറിയുടെ ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം ഈ ലിസ്റ്റ് will be given to the candidates. And according to the postal ballots, ഇതൊക്കെ അതായത് ഈ എലിജിബിൾ ആയിട്ടുള്ള വോട്ടർമാർ ഇവിടെ വീട്ടിൽ എത്തിക്കാൻ വേണ്ടി 4 അംഗ ഒരു ടീമാണ്. 2 പോളിംഗ് ഓഫീസേഴ്സ്, 1 സെക്യൂരിറ്റിക്കാർ, 4ാമത്തെ ഒരു വീഡിയോഗ്രാഫർ. അവർ പേഴ്സണലായിട്ട് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റുമായി ഈ വോട്ടറിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ മുഴുവൻ പ്രക്രിയ വീഡിയോഗ്രാഫ് ചെയ്യേണ്ടതാണ്. ഇതിന് പുറമെ ഈ പോകുന്ന സമയം ഏതാണ് അത് സമയം ക്രമീകരിച്ചുകൊണ്ട് കാൻഡിഡേറ്റിനെ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ്. ടു ദ വോട്ടർ ആസ് വെൽ ആസ് ടു ദി കാൻഡിഡേറ്റ് ദാറ്റ് വി ആർ കമ്മിങ് അറ്റ് സച്ച് ആൻഡ് സച്ച് ടൈം
in this area we are going to distribute. It has to be informed to the candidate and the voter in advance. The candidate can either come personally or he can send his agent, but he will not be allowed inside. He will be outside. He will not be allowed to influence the voter. ഈ പോളിംഗ് സ്റ്റേഷനിൽ നൽകുന്ന വോട്ട് പോലെ അവിടെ എക്സർസൈസ് ചെയ്യുന്ന ആ പ്രക്രിയ തന്നെ അവിടെ വീട്ടിൽ പൂർത്തീകരിക്കും. ദിസ് വിൽ ബി ക്യാപ്ചർഡ് ബൈ ദി വീഡിയോഗ്രാഫർ. നോ അതർ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫ് ക്യാൻ ബി അലൗഡ്. വേറെ ആളും അവിടെ പാടില്ല. ഈ പോളിംഗ് പാർട്ടിയും ആ വോട്ടർ മാത്രമേ അവിടെ കാണും. അവർ ഇത് ടിക്ക് മാർക്ക് ചെയ്തിട്ട് 4 അവിടെ എൻവലപ്സ് ഉണ്ട്. ഫോം നമ്പർ 13ABCD അതിലൊരു അഫിഡേവിറ്റ് ഉണ്ട്. അതൊക്കെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആളുടെ മുൻപിൽ തന്നെ അത് ക്ലോസ് ചെയ്തിട്ട് ഇറ്റ് ഹാസ് ടു ബി പുട്ട് ഇൻ എ കവർ ആൻഡ് ഇറ്റ് വിൽ ബി ബ്രോട്ട് ഇൻ എ ബോക്സ് or a bag which is carried by the party and it will be deposited before the ARO first. ഈ പോസ്റ്റൽ ബാലറ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു ARO ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആർഒക്ക് പകരം ഈ AROക്ക് 5 മണി വരെ കിട്ടിയ എല്ലാ പോസ്റ്റൽ ബാലറ്റ്സ് വൈകിട്ട് ROയെ ഏൽപ്പിക്കുക. ഹി വിൽ കീപ് ദ റെക്കോർഡ് ഓഫ് ഓൾ ദീസ് പോസ്റ്റൽ ബാലറ്റ്സ് ഇൻ ഹിസ് ഓഫീസ് കൗണ്ടിങ്ങിന് വേണ്ടി. യെസ്, തിരിച്ചു പോയി. ഹി കനോട്ട് കീപ് ഇറ്റ് വിത്ത് ഹിം. അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇഫ് യു അലൗ ദ പീപ്പിൾ ടു കീപ് ദെൻ സംബഡി വിൽ ഗോ ആൻഡ് കളക്ട് ഇറ്റ്. ഒരാൾ പോയിട്ട് അവിടെ എല്ലാം കളക്ട് ചെയ്യും. അതാണ് പണി നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ആ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുന്നില്ല. ഡിസ്ട്രിബ്യൂട്ട് ഇപ്പോൾ ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ കുറച്ച് നിർദ്ദേശം വീണ്ടും തന്നിട്ടുണ്ട്. ഈ COVID-19 സാഹചര്യത്തിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇല്ലായിരുന്നു നേരത്തെ. അപ്പോൾ ഇന്നലെ തന്നെയാണ് വൈകിട്ട് നോട്ടിഫിക്കേഷൻ വന്നത്. ആ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ ഇന്ന് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. കാരണം 2 കാറ്റഗറി മാത്രമായിരുന്നു നേരത്തെ, 80+ PWD. പക്ഷേ ഈ നിയമത്തിൽ മാറ്റം ചെയ്തുകൊണ്ട് ഇന്നലെയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. സോ ഇന്ന് വി വിൽ സ്റ്റാർട്ട് ദ പ്രിന്റിംഗ് വിൽ ബി സ്റ്റാർട്ടഡ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ. കളക്ടർമാരാണ് ഈ ഫോം പ്രിന്റ് ചെയ്യുന്നത്. 1-2 ദിവസത്തിനുള്ളിൽ പ്രിന്റ് ചെയ്തിട്ട് വി വിൽ സ്റ്റാർട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഓരോ ജില്ലയിൽ ഏകദേശം ചില ജില്ലകളിൽ 400 ടീം വേണ്ടി വരും, ചിലകളിൽ 500 ടീം വേണ്ടി വരും. കാരണം ഇത് വേഗത്തിൽ പൂർത്തീകരിക്കാൻ ആണ് നമ്മുടെ ലക്ഷ്യം. 17-ാം തീയതിക്ക് we can't help that. He has to be there. Okay. ഒരു ഞാൻ പൂർത്തീകരിച്ചിട്ട് ചോദ്യങ്ങൾ പിന്നെ അതെ 12D നമുക്ക് ഇതുവരെ 30 കമ്പനി കിട്ടിയിട്ടുണ്ട്. ഈ സെൻട്രൽ പോലീസ് ഫോഴ്സേജിൻ്റെ 30 കമ്പനി. നമ്മൾ ആവശ്യപ്പെടുന്നത് 150 ആണ്. അപ്പോൾ ബാക്കി പിന്നെ കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എടുത്തിട്ടുണ്ട് 30 കമ്പനി കിട്ടിയിട്ടുണ്ട്. അതിൽ 15 BSF ആണ്, 5 ITBP, 5 SSB, 5 CISF. ഇപ്പോൾ ഏരിയ ഡോമിനേഷന് വേണ്ടിയാണ് അത് നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. 2 കമ്പനി BSFൻ്റെ മലപ്പുറം ജില്ലയിൽ അവർ ഇവിടെ എത്തിയിട്ടുണ്ട് 25-ാം തീയതി. 2 കമ്പനി കോഴിക്കോട് സിറ്റിയിലെ BSF നിയോഗിച്ചിട്ടുണ്ട്. 1 BSF സിറ്റി തൃശ്ശൂരിലെ, 2 കമ്പനി കണ്ണൂർ BSF, 2 കമ്പനി കാസർഗോഡ് ഇത് BSF, കണ്ണൂർ സിറ്റിയിലെ ഒരു BSF കമ്പനി. ഇത് BSFൻ്റെ 15 കമ്പനി മലബാർ ഏരിയയിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ITBP ഒരു കമ്പനി കോട്ടയം, 1 കമ്പനി ഇൻ പത്തനംതിട്ട, 1 ഇൻ ഇടുക്കി, 1 ഇൻ കൊല്ലം സിറ്റി, 1 ഇൻ കൊല്ലം റൂറൽ ഏരിയ. SSB 1 ഇൻ കൊച്ചി സിറ്റി, 2 ഇൻ തൃശ്ശൂർ റൂറൽ, 2 കമ്പനി പാലക്കാട്, 1 കമ്പനി കൊച്ചിൻ സിറ്റി. പിന്നെ ഈ CISF നമ്മൾ നിയോഗിച്ചത് 1 കമ്പനി തിരുവനന്തപുരം ജില്ലയിലെ സിറ്റിയിലെ, 1 കമ്പനി റൂറൽ ഏരിയയിലെ, CISFൻ്റെ 1 കമ്പനി ആലപ്പുഴയിലെ, 2 കമ്പനി എറണാകുളം റൂറൽ ജില്ലയിലെ. ഇതാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തത്. 1 കമ്പനിയിൽ ഏകദേശം 90 ആൾക്കാരെ ഉണ്ടായിരിക്കും, 90 1 കമ്പനിയിൽ. പക്ഷേ
ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി ഓൺലി യു വിൽ ഗെറ്റ് 72. ബാക്കി ആൾക്കാർ ലോജിസ്റ്റിക് സപ്പോർട്ടിന് വേണ്ടിയാണ്. അപ്പോൾ ഇൻ എ കമ്പനി ആക്ച്വലി യു ഗെറ്റ് ഓൺലി 72 പീപ്പിൾ ടു ബി ഡിപ്ലോയിഡ്. വെൽ, ഈ പ്രാവശ്യം നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് ക്രിട്ടിക്കൽ വൾണറബിൾ LWE അഫക്റ്റഡ് ഏരിയാസിലെ പോളിംഗ് ബൂത്ത്സിലെ കേരള പോലീസിൻ്റെ ആൾക്കാരെ നമ്മൾ ആ ബൂത്തിൽ ഒഴിവാക്കും. ഈ കാറ്റഗറിയിലുള്ള ബൂത്ത്സിലെ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസിൻ്റെ ആൾ തന്നെ ഗേറ്റിൽ ഉണ്ടായിരിക്കും. കേരള പോലീസിൻ്റെ ആൾക്കാർ പുറത്ത് ആയിരിക്കും. ബാക്കി സ്ഥലങ്ങളിലെ മിക്സ് ആയിരിക്കും. കാരണം ഇത്രയും ഈ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസ് നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പോളിംഗ് ബൂത്തിൽ വേണ്ടത് CPFൻ്റെ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ ആൾ തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇത്രയും കമ്പനി മെയിൻ പവർ ഇല്ലാതെ കൊണ്ട് നമുക്ക് ഈ ക്രിട്ടിക്കൽ വൾണറബിൾ ആൻഡ് LWE മാത്രമേ ഇവരെ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. വി വിൽ ഡിസൈഡ് ദർ ഇസ് എ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് CEO. ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്തത്. നേരത്തെ നമ്മുടെ പോലീസും SP-യും കളക്ടറും അവിടെ തീരുമാനിച്ച് അവർ ഡിപ്ലോയ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷൻ 3 കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ CEO, പിന്നെ പോലീസിൻ്റെ നോഡൽ ഓഫീസറാണ് അതിൻ്റെ മെമ്പർ മനോജ് അബ്രഹാം. മൂന്നാമത്തെ ആളാണ് മിസ്റ്റർ സന്ദീപ് കുമാർ. CISFൻ്റെ കമാൻഡൻ്റാണ് കൊച്ചിയിൽ. അത് മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസിൻ്റെ ആളാണ്. ഹീസ് മെമ്പർ ഇൻ ദിസ് കമ്മിറ്റി. ഈ കമ്പനികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ ബാക്കി ലോജിസ്റ്റിക്സ് ഒക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ADGP പദ്മകുമാറിനെ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഹി വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് ദി ലോജിസ്റ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ദി കമ്പനി wherever they are deployed. Now let me tell you, if you are interested that എങ്ങനെയാണ് നമ്മുടെ ബൂത്ത് ചെയ്ത് 10 ബൂത്തുള്ള ബിൽഡിങ്സ് കൂടി ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു ബിൽഡിങ്ങിൽ 10 ബൂത്ത്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലൊക്കേഷൻസ് ആണ് 3 എണ്ണം. അത് തിരുവനന്തപുരത്താണ്. അതിൽ 10 ബൂത്ത്സ് ആണ്. 9 ബൂത്ത് ലൊക്കേഷൻസ് 7 ആണ്. 8 ബൂത്ത് ലൊക്കേഷൻസ് 8. ഇങ്ങനെ 7 ബൂത്ത് ലൊക്കേഷൻസ് 35. ഇതാണ് നമ്മുടെ ചില ഈ ഡിവിഷൻസ്. വെബ് കാസ്റ്റിംഗ് നിർബന്ധമായിട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ 10% ഈ പ്രാവശ്യം ഇറ്റ് ഹാസ് ടു ബി 50% വെബ് കാസ്റ്റിംഗ് ടു അവോയ്ഡ് ദി ബോഗസ് വോട്ടിംഗ്. ബോഗസ് വോട്ടിംഗ് ഏറ്റവും വലിയ തലവേദന കൂടിയാണ്. ഒരു ചീത്തപ്പേര് ഉണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയ, തെരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെ സംശുദ്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, നല്ല രീതിയിൽ ഒരു ജനങ്ങൾക്ക് നിഷ്പക്ഷവും നീതിപൂർവവും നിഷ്പക്ഷമായിട്ട് അവർക്ക് ഭയമില്ലാത്ത അന്തരീക്ഷത്തിൽ എങ്ങനെ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കും, അതിനുവേണ്ടി എല്ലാ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ് അവിടെ ചെയ്യുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാരോട് പൂർണ്ണമായിട്ട് നിഷ്പക്ഷത പാലിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിഷ്പക്ഷനായിരിക്കണം, ധീരനായിരിക്കണം, ഫർമായിരിക്കണം. ആരെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ എന്തെങ്കിലും ഒരു ആള് അവിടെ എന്തെങ്കിലും ഒരു കാര്യം കള്ള വോട്ടിന് ശ്രമിച്ചാൽ ശക്തമായിട്ട് തടയേണ്ടതാണ്. അവിടെ മിണ്ടാപ്രാണി പോലെ ഈ പോളിംഗ് ഓഫീസേഴ്സ് അവിടെ ഇരിക്കാൻ പാടില്ല, ഒത്താശ ചെയ്യാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, there will be suspension and prosecution of such officers. ബിക്കോസ് വെബ് കാസ്റ്റിംഗ് സംവിധാനം ഈ പ്രാവശ്യം വളരെ ശക്തമായി, നേരത്തെയുള്ള രീതിയിലില്ല, ഈ പ്രാവശ്യം വളരെ ശക്തമായിരിക്കും. പക്ഷെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെ പൂർണ്ണമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ സംരക്ഷിക്കും. ഇലക്ഷൻ സമയത്തും സംരക്ഷിക്കും, ഇലക്ഷൻ കഴിഞ്ഞിട്ടും സംരക്ഷിക്കും. അവർക്ക് ആർക്കെങ്കിലും ഈ പുതിയ സർക്കാരോ ഏതെങ്കിലും സർക്കാരോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവർക്ക് ദ്രോഹം ചെയ്താൽ, എന്തെങ്കിലും ഒരു ഹരാസ്മെന്റ് വന്നാൽ അവർ ഇലക്ഷൻ കമ്മീഷനിലേക്ക് നിവേദനം കൊടുത്താൽ ഇലക്ഷൻ കമ്മീഷൻ അവരെ സംരക്ഷിക്കാൻ പൂർണ്ണമായിട്ട് മുന്നോട്ട് വരും. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് ഈ കള്ള വോട്ട് തടയാൻ വേണ്ടി. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അത് ഇതിന് ഏർപ്പെടുത്താൻ പാടില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇത് അപരാധമാണ്. നമ്മുടെ ഈ ജനാധിപത്യ പ്രക്രിയ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ഒരു കളങ്കം കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സഹകരിക്കേണ്ടതാണ്.
പിന്നെ നമ്മുടെ ആസ് ഫാർ ആസ് ദി മെയിൻ പവർ ഈസ് കൺസേൺ, മെയിൻ പവർ നമുക്ക് ആൾക്കാർ കൂടുതൽ വേണ്ടി വരും ഈ പ്രാവശ്യം. നേരത്തെ നമ്മൾ ഉപയോഗിച്ചത് കഴിഞ്ഞ സമയത്ത് ഏകദേശം 2,31,000 ആൾക്കാരായിരുന്നു പോളിംഗ് ഓഫീസേഴ്സ്. ഇത് റിസർവ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ. ഈ പ്രാവശ്യം നമ്മൾ വെക്കുന്നത് ഏകദേശം ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കിയ അനുസരിച്ച് ഏകദേശം മോർ ദാൻ 3,50,000 ആൾക്കാർ, ഇവരെ മുഴുവൻ ആൾക്കാരെ വാക്സിനേഷൻ കൊടുക്കാൻ ഉള്ള തീരുമാനം കൂടി വന്നിട്ടുണ്ട്. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഡയറക്ഷൻ വന്നിട്ടുണ്ട്. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരെല്ലാം വാക്സിനേറ്റ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ തുടക്കം എൻ്റെ ഓഫീസിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഈ വാക്സിനേഷൻ പരിപാടി നടക്കുകയാണ്. പക്ഷേ ആർക്കെങ്കിലും അത് ഇഷ്ടമില്ലെങ്കിൽ അത് എടുക്കണ്ട. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് വി ആർ ഫോഴ്സിങ് ഇറ്റ്, ബട്ട് ദിസ് ഈസ് വൺ ഓഫ് ദി സ്റ്റെപ്സ്. അവരുടെ ആരോഗ്യവും അവർക്ക് സുരക്ഷയും ഉണ്ടായിരിക്കണം ഇലക്ഷൻ സമയത്ത്, ബിക്കോസ് ദേ വിൽ ബി എക്സ്പോസ്ഡ് ടു വേരിയസ് തിങ്സ്. സോ ഇത് നമ്മൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് EVM VVPAT മതിയ സംഖ്യയിൽ നമുക്കുണ്ട്, യാതൊരു കുറവില്ല. ഏകദേശം 52,783 ബാലറ്റ് യൂണിറ്റ്സ്. വീണ്ടും പറയാം, 52,782 ബാലറ്റ് യൂണിറ്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ദിസ് ഈസ് 129% ഓഫ് ദി റിക്വയർമെൻറ്റ്. അതായത് കൂടുതലാണ് നമ്മൾ കയ്യിൽ ഉള്ളത്. മിനിമം വി ഷുഡ് കീപ് 125%, ബട്ട് ഉള്ളത് 129% ആണ് നമ്മൾ കയ്യിൽ ഇപ്പോൾ ബാലറ്റ് യൂണിറ്റ്സ്. കൺട്രോൾ യൂണിറ്റ് നമുക്ക് വേണ്ടത് 125% ആണ്. അത് 49,475 control units. That is also 131% ആണ്. വേണ്ടത് 125. ഇവിടെ നമുക്ക് കൂടുതലുണ്ട്, മതിയായ റിസർവ് ഉണ്ട്. VVPAT 53,189 VVPAT ഉണ്ട്. അതും 141% ആണ്. ദാറ്റ് ആൻഡ് റിക്വയർമെൻറ്റ് ഈസ് 135%. അപ്പോൾ ഇതിന് യാതൊരു പ്രശ്നം ഇല്ല. കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള CU BUs കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ചില ജില്ലകളിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ FLC നടന്നു വരികയാണ് എല്ലാ ജില്ലകളിലും. മാലാപ്പുറം ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് കൂടി ഇതിൻ്റെ നിയമസഭയുടെ കൂടെ തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് അഡീഷണൽ CU BU ആൻഡ് VVPAT അലോട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ടീംസ് അവിടെ മഹാരാഷ്ട്രയിൽ പോയിട്ട് അവർ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നാളെ അവർ തിരിച്ച് എത്തും. അപ്പോൾ ഇതാണ് VVPATൻ്റെ കാര്യത്തിൽ. ഇലക്ഷൻ കമ്മീഷൻ വേറെ ഒരു നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് വേവ്സ്, ഈ താപനില കൂടിയതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ. ഹീറ്റ് വേവ്സ് എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. വി വിൽ ഇൻഫോം യു അബൌട്ട് ദാറ്റ്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഡൂസ് ആൻഡ് ഡോൺട്സ് ആണ് പറഞ്ഞത്. നിരന്തരമായിട്ട് TV റേഡിയോ ഒന്ന് വാച്ച് ചെയ്യണം. ഈ വെതർ ന്യൂസ് തീർച്ചയായിട്ടും നോക്കണം. പിന്നെ നല്ല വെള്ളം കുടിക്കണം. പിന്നെ ORS നന്നായിട്ട് യൂസ് ചെയ്യണം. പിന്നെ ഈ ലൈറ്റ് വെയ്റ്റ്, പിന്നെ ലൈറ്റ് കളേർഡ് ലൂസ് കോട്ടൺ ക്ലോത്ത്സ്, ഏത് തരത്തിലുള്ള തുണികളാണ് ധരിക്കേണ്ടത് അതും. പിന്നെ ഈ നമ്മുടെ തല കവർ ചെയ്യാൻ വേണ്ടി അതിലൊരു നിർദ്ദേശമുണ്ട്. അതുപോലെ കൂൾ ഡ്രിങ്കിങ് വാട്ടർ. ഇതിൻ്റെ ഈ പോളിംഗ് ബൂത്ത്സിൻ്റെ സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടായിരിക്കും. ഞങ്ങൾ വി വിൽ ഗിവ് ദ ഡയറക്ഷൻ ടു ഓൾ ദി റിട്ടേണിംഗ് ഓഫീസേഴ്സ്. മറ്റൊരു കാര്യം കൂടി നല്ലൊരു കാര്യം തന്നെയാണ്. ഈ പോളിംഗ് സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ മരിച്ചാൽ അതിൻ്റെ കമ്പൻസേഷൻ എക്സ് ഗ്രേഷ്യ പേയ്മെൻറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ നന്നായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് 15 ലക്ഷം
ആണ്. നേരത്തെ ഇത് 2-3 ലക്ഷമേ ആയിരുന്നു, 15 ലക്ഷം. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളൊരു BLOക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു BLO മരിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ പേര് അത് തലശ്ശേരിയിലാണ്, ശിവദാസിന് നമ്മൾ 15 ലക്ഷം രൂപ അനുവദിച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ മാസം. അപ്പോൾ എന്തെങ്കിലും ഇവർക്ക് സംഭവിച്ചാൽ വി ആർ there to give whatever help we can give. ഉദ്യോഗസ്ഥർ പോളിംഗിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർക്ക് സ്വീപ്പിൻ്റെ ഒരുപാട് പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് മാനദണ്ഡങ്ങളെ പറ്റി നല്ല ഒരു വിവരം ഉണ്ടാക്കി പോസ്റ്റേഴ്സ്, സോഷ്യൽ മീഡിയ, TV, പ്രിന്റ് മീഡിയ വഴി ഞങ്ങൾ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രോം ദാറ്റ് ഒരു വിശദമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഓർഡർ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഈ കോവിഡ് ഗൈഡ് ലൈൻസിൻ്റെ കാര്യത്തിൽ. ഇത് മലയാളത്തിലും ആയിട്ടുണ്ട്. മലയാളത്തിലുണ്ടോ? അപ്പോൾ ഇത് എല്ലാവർക്കും ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നല്ല ഗൈഡ് ലൈൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ നന്നായിട്ട് പ്രശംസിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ഞങ്ങൾ ഒരു മാസം നിരന്തരമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം ദീസ് ആർ ദ ഗൈഡ് ലൈൻസ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ ആസ്. ആൻഡ് ഇതാണ് കോവിഡ് മാനേജ്മെൻറ്റ് പ്ലാൻ എല്ലാ കളക്ടർമാർക്കും ഞങ്ങൾ തരുന്നത്. ഇതിലെല്ലാം ഉണ്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അവിടെ പോളിംഗ് ബൂത്തിൽ കോവിഡ് കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളായിരിക്കണം, ഏതൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ്, അതിലെ ഈ മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. കൂടാതെ ഈ ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം ജില്ലാ കളക്ടർമാർക്ക് ROമാർക്ക് പോകും. പിന്നെ ഈ സ്വീപ്പിൻ്റെ ഒരു വിശദമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഞങ്ങൾ അയച്ചിട്ടുണ്ട്. നേരത്തെ ഞാനിത് കാണിച്ചത് ഇത് വോട്ടർ വഴി കാട്ടിയെന്നുള്ള ഗൈഡാണ്. ഈ ഗൈഡും എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. കൊട്ടിക്കലാശത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷന് ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അത് ശരിക്ക് അത് നിരോധിക്കാനും ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ അഭിപ്രായം ചോദിച്ചിരുന്നു. അപ്പോൾ അവരുടെ അഭിപ്രായം നോക്കിയിട്ട് ഫ്രോം ഹിയർ, ബിക്കോസ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഈ കോവിഡ് മാനദണ്ഡങ്ങൾ അതാത് സംസ്ഥാന സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളാണ്. അതിൽ അവർ കൂടുതൽ പറയാറില്ല. ഇവിടെ എന്താണ് വേണ്ടത്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഏതൊക്കെ ഗൈഡ് ലൈൻസ് ആണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ നടപ്പിലാക്കുന്നത് അത് പാലിക്കേണ്ടതാണ്. അത് പാലിച്ചുകൊണ്ടായിരിക്കണം എന്തെങ്കിലും. കൂടാതെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസിൻ്റെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ചുള്ള ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആയിരിക്കണം. അപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ സമവായം ഉണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് എ ഡിസിഷൻ ഹിയർ അറ്റ് ആർ ലെവൽ. ഇലക്ഷൻ കമ്മീഷൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. വ്യക്തത ഇല്ലായിരുന്നു. അത് ആരും വേണ്ട എന്ന് പറഞ്ഞില്ല. അവർ വേണം, പക്ഷെ കുറച്ച് അത്രയും ശക്തമായിട്ട് നിയന്ത്രണങ്ങൾ വേണ്ട എന്നുള്ള രീതിയിലാണ് അവർ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ അവരോട് അഭിപ്രായം ചോദിച്ചിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഒരു മീറ്റിംഗ് വിളിക്കാൻ പോവുകയാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട്. അല്ല, വി വിൽ ഡിസ്കസ് അഗെയിൻ ആൻഡ് വി വിൽ എൻഷുർ ദാറ്റ് സംതിങ് ഈസ് ഡൺ ഓൺ ദിസ്, ബിക്കോസ് പീപ്പിൾ want that some sort of control have to be there on this. ഒരു ക്രമസമാധാനം ഉണ്ടാക്കുന്നു, ക്രമസമാധാനത്തിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നു. പിന്നെ ഈ സോഷ്യൽ അകലം പാലിക്കാത്തത് കൊണ്ട് കോവിഡ് കൂടുതൽ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്റർണൽ ഡിസ്കഷൻ ചെയ്തിട്ട് വി വിൽ ഇഷ്യൂ സം ഗൈഡ് ലൈൻസ് ഓൺ ദാറ്റ്. ഓക്കെ. ഇനി വോട്ട് ചേർക്കേണ്ട സമയം ഉണ്ടാവുമോ? വെൽ, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ബിഫോർ ദി വിഡ്രോൾ ഓഫ് നോമിനേഷൻ 10 ദിവസം മുൻപ് വരെ അപേക്ഷ കൊടുക്കാൻ പറ്റും. ഇനി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. ഏകദേശം 6 ലക്ഷം അപേക്ഷകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഡിസ്പോസ് ചെയ്തിട്ട് ഇപ്പോൾ 30% മാത്രമാണ് പെൻഡിങ്. എല്ലാ ദിവസവും ഇത് ഡിസ്പോസൽ ചെയ്യുന്നുണ്ട്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ രാഷ്ട്രീയ പാർട്ടികളുടെ യാത്രകൾ, അതുപോലെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളെല്ലാം ഇപ്പം നടക്കുകയാണ്. അവിടെ കോവിഡ് മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കുന്നില്ല. അപ്പോൾ ഈ പ്രചരണ പ്രവർത്തനങ്ങളിൽ എങ്ങനെ കോവിഡ് കൺട്രോൾസ് കൊണ്ടുവരാമെന്നാണ് കരുതുന്നത്? Well, this is very unfortunate that some political parties who are responsible, they themselves are indulging in breaking these social norms. This is not good for the state. We are going to tell them that they have to ensure the compliance of the COVID guidelines, and we will enforce them as strictly as possible.
We will give necessary directions to them, and they should not, they are all responsible political party. നമുക്ക് കൂടുതൽ ഒരു പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഒരു സ്വയം ഉത്തരവാദിത്വ ബോധം വേണം. ജനങ്ങളുടെ ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ സംസ്ഥാനത്തിൽ ഒരുപാട് കേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നമുക്ക് നിയന്ത്രണങ്ങൾ ഒരു സമന്വയം പാലിക്കേണ്ടതാണ്. സർ, ഈ ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിന്റെ പല പ്രചരണ വേദികളിലും കേൾക്കുന്നുണ്ട്. അന്നേരം ഇത് ഒരു മതപരമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കമ്മീഷൻ ഏതെങ്കിലും തടയുമോ? ഒരു പ്രത്യേകം ഒരു കാര്യം നമ്മൾ ഇതിനു വേണ്ടി ഇപ്പോൾ നേരത്തെ തന്നെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും അതേ കാര്യം പറഞ്ഞു. ശബരിമല ആയാലും ഏതായാലും റിലീജിയൻ ഷുഡ് നോട്ട് ബി മിസ്യൂസ്ഡ് ഫോർ സോളിസിറ്റിംഗ് ദ വോട്ട്സ്. ശബരിമലയുടെ പ്രാധാന്യമുണ്ട്, നമ്മുടെ അനുഷ്ഠാനങ്ങളുണ്ട്, നമ്മുടെ പാരമ്പര്യമുണ്ട്. അതിനുവേണ്ടി നമ്മളൊന്നും കൂടുതൽ പറയാനില്ല. പക്ഷേ ആരെങ്കിലും ഇഫ് സംബഡി ഈസ് മിസ്യൂസിങ് ദ നെയിം ഓഫ് ഗോഡ് ഓർ റിലിജൻ, ജാതിയും സമുദായവും, അപ്പോൾ അതായത് കേസ് നോക്കിയിട്ട് അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരിശോധിച്ച് കൈകാര്യം ചെയ്യും. ഒരു മൂന്ന് വിധി ഒന്നുമില്ല ഇതിൽ. ഈ നാളെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടന്ന ഉദ്യോഗാർത്ഥികളുമായി സർക്കാർ ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട്. ചർച്ച വിജയിക്കുകയാണെങ്കിൽ സർക്കാരിന് ഉത്തരവിറക്കാൻ കഴിയും. സാറിന് അനുമതിയില്ലാതെ ഉത്തരവിറക്കാൻ? No new decisions, no policy decisions can be taken without the permission of the Election Commission. Since yesterday Model Code of Conduct have come into force, so any decision which is unduly influencing the voters will not be allowed. കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസുണ്ട്. കോടതി നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് സാധിക്കുന്ന വിശ്വാസം, കോടതി നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് നോക്കാം. അത് ഗവൺമെന്റ് ജസ്റ്റിഫൈ ചെയ്യുമല്ലേ, ഞങ്ങൾക്ക് ഫയൽ കിട്ടും. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഏതൊരു തീരുമാനം ഗവൺമെന്റ് എടുക്കുമ്പോൾ ഞങ്ങളുടെ പെർമിഷൻ വേണമെങ്കിൽ ഒരു കമ്മിറ്റിയാണ് ചീഫ് സെക്രട്ടറിയുടെ തലത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഏത് വകുപ്പിന് ഏതെങ്കിലും ഒരു രീതിയിൽ എക്സംപ്ഷൻ വേണം, പെർമിഷൻ വേണം എന്നാണെങ്കിൽ ആദ്യമായിട്ട് ആ പ്രപ്പോസൽ ഈ കമ്മിറ്റിയിൽ പോകണം. ഇറ്റ് ഈസ് ഹെഡഡ് ബൈ ദ ചീഫ് സെക്രട്ടറി. ഇതിൻ്റെ മെമ്പറാണ് ഫൈനാൻസ് സെക്രട്ടറി, മറ്റേ ബന്ധപ്പെട്ട വകുപ്പിൻ്റെ സെക്രട്ടറി. മൂന്നംഗ ഈ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി പരിശോധിച്ചത് വ്യക്തമായിട്ടുള്ള ന്യായീകരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പ്രപ്പോസൽ കിട്ടണം. ആ ഘട്ടത്തിൽ ഞങ്ങളത് പരിശോധിക്കും. നേരിട്ട് ചീഫ് സെക്രട്ടറി, ഫൈനാൻസ് സെക്രട്ടറി ആൻഡ് ബന്ധപ്പെട്ട വകുപ്പിൻ്റെ സെക്രട്ടറി. എനിക്കൊന്നും അറിയില്ല, താങ്കളാണ് പറഞ്ഞത്. എനിക്കൊരു ആധികാരികമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് അറിയില്ല. അത് വന്നാൽ അത് നോക്കാം, അതിൻ്റെ എന്താണ് സംഗതി. ചോദിക്കേണ്ടതല്ലേ കമ്മീഷൻ? സർക്കാരല്ലേ ഒരു ചർച്ച നടത്തുന്നത്, ഒരു മിനിസ്റ്ററല്ലേ നടത്തുന്നത്, രാഷ്ട്രീയ പാർട്ടിയല്ലല്ലോ. നോക്കട്ടെ എന്താണ് പ്രശ്നം. എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ എങ്ങനെയുണ്ടോ എന്ന് വന്നിട്ടില്ല. നോക്കട്ടെ. പോസ്റ്റൽ മാധ്യമം, അത് ഞാൻ പറഞ്ഞില്ലേ, ദോസ് ഹു ആർ കവറിംഗ് ദിസ് ഇവന്റ്, ഐ തിങ്ക് അത് ഈ എസെൻഷ്യൽ സർവീസേജിൽ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ മറ്റൊരു നല്ലൊരു സജഷൻ വന്നിരുന്നു നമ്മുടെ പല സുഹൃത്തുക്കളുടെ ഈ വാക്സിനേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ അവർക്ക് സമ്മതമാണെങ്കിൽ ഐ വിൽ ടേക്ക് അപ്പ് യുവർ കോസ് വിത്ത് ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വാക്സിനേഷൻ്റെ കാര്യത്തിൽ. ഓക്കെ. ഹോം മിനിസ്ട്രി 3 ഡിസ്ട്രിക്റ്റ് ആണ്, പക്ഷെ 2 ഡിസ്ട്രിക്ട് നമ്മൾ തന്നെ ചേർത്തിട്ടുണ്ട്. 5 ജില്ലകളാണ്. ആദ്യമായിട്ട് വയനാട്, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ആൻഡ് കോഴിക്കോട്. കണ്ണൂർ ആൻഡ് കോഴിക്കോട് നമ്മളാണ് ചെയ്തത്. ഇവിടെ 7 to 6, yes. There is no extension. Naxal affected areas. Vulnerable is normally നമ്മുടെ സംസ്ഥാനത്തിൽ വൾനറബിൾ എന്നെ ചിലപ്പോൾ നമ്മൾ അത് അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ അർത്ഥമാണ് വീക്കർ സെക്ഷൻസ്, SC ST ദുർബല വിഭാഗത്തിൽപ്പെട്ട താമസിക്കുന്ന ആൾക്കാർ. അവരെ ഏത് രീതിയിൽ ഒരു ഭീഷണിയോ പ്രലോഭന വിധേയമാക്കാനും എന്തെങ്കിലും ഒരു ഇൻഡ്യൂസ്മെൻറ്റോ അങ്ങനെ കൊടുക്കാനുള്ള സാധ്യതകൾ തടയാൻ വേണ്ടിയാണ് പോലീസ് അവിടെ പോയി മുൻകൂട്ടി ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെജേഴ്സ്
അവിടെ എടുക്കേണ്ടതാണ്. അവരുടെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരെ കൂടുതൽ സുരക്ഷ പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ് ഈ വൾനറബിൾ എന്നുള്ള ഏരിയ. അപ്പം നമ്മുടെ സംസ്ഥാനത്തിൽ ചിലപ്പോൾ ഈ ട്രൈബൽ ഏരിയാസ്, ചില ഈ കോളനീസ്, അവിടെ പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ആ ഏരിയാസാണ് അവർക്ക് ചിലപ്പോൾ ഭീഷണി ഉള്ളത് കൊണ്ട് അവർക്ക് സ്വതന്ത്രവും നിഷ്പക്ഷമായിട്ട് ഈ സമ്മതിദായക അവകാശം രേഖപ്പെടുത്താൻ അവർക്ക് തടസ്സമുണ്ട് എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരം പോളിംഗ് സ്റ്റേഷൻസ് വൾനറബിൾ. ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷൻസ് ആർ ദോസ് വേർ ദർ ആർ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം. മുൻകാല എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും ഒരു അടിയും പിന്നെ മരണവും ഒരു പൊളിറ്റിക്കൽ മർഡറും പിന്നെ സാധ്യതവുമുണ്ട് അവിടെ ഫ്രോം പൊളിറ്റിക്കൽ ആംഗിൾ ഓൾസോ. ക്രിമിനൽസ് ഉള്ള ഏരിയ. പടൻ യഥാർത്ഥത്തിൽ അവർ കൂടുതൽ തന്നെയാണ് ചെലവാക്കുന്നത്. പക്ഷെ അത് മറച്ചു വെക്കും എല്ലാം വെളിപ്പെടുത്തുന്നില്ലല്ലോ. 30 ലക്ഷം വെച്ചാൽ 29 ലക്ഷത്തിന്റെ കണക്ക് മാത്രമേ അവർ തരൂ. ഒരു പൈസ പോലെ 30,05,000 രൂപയുടെ കണക്ക് തരാറില്ല അവർ. അതുകൊണ്ട് ഇതുവരെ ഏതൊരു കാൻഡിഡേറ്റ്ക്ക് നമ്മൾ അത് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ പരമാവധി എക്സ്പെൻഡിച്ചർ ഈ ലിമിറ്റിൽ തന്നെ ആയിരിക്കണം എന്ന് നമ്മൾ വളരെ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങളും നടപടികളും എടുത്താൻ പോകുകയാണ്. ഒരു ക്ലാരിഫിക്കേഷൻ, നേരത്തെ പറഞ്ഞ ഈ 3 അംഗ സമിതി എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി, പിന്നെ സപ്പോസ് നിങ്ങളുടെ പ്രപ്പോസലാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രപ്പോസൽ, അപ്പോൾ നിങ്ങളുടെ സെക്രട്ടറി. ഈ ഇലക്ഷൻ കമ്മീഷന്റെ ആരെങ്കിലും ഇല്ലേ പരിശോധിക്കുമ്പോൾ? നേരത്തെ പറഞ്ഞ അത് വരുമില്ല, എനിക്ക് വരുമില്ലേ, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. നാളത്തെ ചർച്ച വിശദീകരണം ചോദിക്കും കമ്മീഷൻ അങ്ങോട്ട്. അത് വരട്ടെ, ഞാൻ നോക്കില്ല, അത് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാം, ചോദിക്കാം സർക്കാരിനോട് എന്താണ് സംഭവം, അത് ഏത് രീതിയിലാണ് അത് വരുന്നത്, അതൊരു റൂട്ടീനായിട്ടുള്ള കാര്യമാണോ, എന്തെങ്കിലും ഒരു എമർജൻസിയാണോ. ന്യായീകരണങ്ങൾ സർക്കാരാണ് തരേണ്ടത്. നോക്കട്ടെ, നാളെ നോക്കട്ടെ എന്താണ് അനുമതി ഉണ്ടെങ്കിൽ അത് ഇറക്കാം. ബട്ട് ദേ ഹാവ് ടു ഗിവ് എ ജസ്റ്റിഫിക്കേഷൻ. എന്തുകൊണ്ടാണത് ഈ തീരുമാനം നേരത്തെ എന്തുകൊണ്ട് എടുത്തിട്ടില്ല, ഇപ്പോൾ എന്തുകൊണ്ടാണ് എടുത്തത്, വാട്ട് ഈസ് ദ എമർജൻസി, വാട്ട് ഈസ് ദ ജസ്റ്റിഫിക്കേഷൻ. If the election commission feels that no, this decision is going to unduly influence the voter, election commission will take or appropriate ആയിട്ടുള്ള തീരുമാനം election commission എടുക്കും ആ ഘട്ടത്തിൽ. Empire College of Science for next technocrats, Kuttipuram, Moodal, Malappuram.